ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ അപ്പോൾ ഇന്ന് കുറച്ച് ഈവനിങ് വിശേഷങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ ഫുൾ പാളിപ്പോയൊരു ഡേ ആയിരുന്നു. അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പോയത് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നോട്ടെ. എൻ്റെ വാപ്പാക്ക് കുറച്ച് ഇങ്ങനെ പേപ്പേഴ്സ് എന്തൊക്കെയോ ശരിയാക്കാനുണ്ടായിരുന്നു വണ്ടീൻ്റെ. അപ്പോൾ അതിനായിരുന്നു. അപ്പോൾ നമ്മൾ ഫോണിൽ പാട്ടും വെച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. ഇതാണ് എൻ്റെ ഇമ്മ, എൻ്റെ ബ്രദർ കേട്ടോ. വാപ്പ വരുന്നവരെ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഓരോ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു. പിന്നെ വാപ്പ പോയ കാര്യം ശരിയായില്ല, അവിടെയും ഫസ്റ്റ് പണി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വിഷമന്മാരെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും ഷോർട്സിൽ പറയണ പോലെ ഓരോ റീൽ കാണും, ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കും, പിറ്റേ ദിവസം അവിടേക്ക് പോവുക. ഇതാണിപ്പോൾ മെയിൻ പരിപാടി. എൻ്റെ ഫുഡ് വ്ളോഗായി മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പിന്നെ നമുക്ക് അടുത്ത പണി കിട്ടിയത് ഇവിടെ നാട്ടോ. നമ്മൾ നോക്കി വെച്ച് വന്ന ഫുഡ് സ്പോട്ട് അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മൾ 2-3 നോക്കിയിരുന്നു, പക്ഷേ ഏതും ഉണ്ടായിരുന്നില്ല. അവിടെയും പാളി. പിന്നെ ഞങ്ങളോട് വന്നിട്ട് വാപ്പാക്ക് ആകെ മതിയായി. അപ്പോൾ വാപ്പ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ചായയും പക്കോടയൊക്കെ വാങ്ങിയിട്ട് വന്നു. നമ്മൾ അതൊന്നും കുറച്ച് കഴിക്കും. പിന്നെ അപ്പുറത്ത് 2-3 ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കാൻ പോയി. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ ഒന്നും കിട്ടിയില്ല, ഫുൾ ചെറിയ സൈസായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് 2 ചേട്ടന്മാരിങ്ങനെ ടീഷർട്ടൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ടീഷർട്ടൊക്കെ വാങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നൈറ്റായി. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ നമുക്ക് പ്ലാനിലില്ലാത്തൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ അവസാനം പോയത്. ഇത് ശരിക്കും നമ്മൾ പിന്നെ എപ്പോഴേലും പോകാമെന്ന് കരുതി വെച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവസാനം നമ്മൾ ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നു. ആദ്യം നമ്മുടെ വീടിൻ്റെ ഭയങ്കര ദൂരമുള്ള ഫുഡ് സ്പോട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷെ അതില്ലാത്തപ്പോൾ അവസാനം നമ്മൾ വന്നെത്തിയത് വീടിൻ്റെ അടുത്തുള്ള ഫുഡ് സ്പോട്ടിലേക്കായിരുന്നു. വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ പോയപ്പോഴാണെങ്കിലോ നമ്മൾ കരുതിയ ഫുഡൊന്നുമില്ല. നമ്മൾ ചോദിക്കണതൊക്കെ കഴിഞ്ഞു പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ അവിടെയുള്ള 2-3 ഐറ്റമൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അതും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത നഗറ്റ്സ് അങ്ങനെ വന്നു. അതൊക്കെ ഒറ്റയിരുപ്പിന് തന്നെ നമ്മൾ വേഗം തന്നെ കഴിച്ചു കൊടുത്തു. എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അതെന്താണോ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ പോകാമെന്ന് വിചാരിച്ച ഫുഡ് സ്പോട്ടിൽ കുറേ എനിക്കിഷ്ടമുള്ള കുറേ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ ഫുഡ് അത് കിട്ടാത്തതുകൊണ്ടുള്ള ഭയങ്കര ഇടങ്ങേറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തിന്നണതൊന്നും അങ്ങോട്ട് ഇഷ്ടമാവണുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ബർഗറും സാൻഡ്വിച്ചൊക്കെ വന്നു. പിന്നെ അങ്ങനെ നമ്മൾ അത് കഴിക്കാൻ തുടങ്ങി. എൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടുതലായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അതും വലിയ ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ ഫുഡിനെ കുറ്റം പറയാല്ല കേട്ടോ. കാരണം ഈ സ്പോട്ടിൽ ഞാൻ വരാൻ കാരണം എൻ്റെ ഒക്കെ അങ്ങനെ അടുത്ത് വരലുണ്ട്. അപ്പോൾ ഭയങ്കര ബിൽഡപ്പ് വന്നിട്ട് എന്നെ കൊടുന്ന ഒരു സ്പോട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. നമ്മൾ ഈ കുഞ്ഞു സാധനം കഴിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ വയറൊന്നും ഫില്ലായില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് അൽഫാമൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ അത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണ നിൽപ്പാട്ടത്. പിന്നെ അൽഫാം വരുന്ന വരെ വീഡിയോ ഓണാക്കി ഫിച്ചക്കും അതും ഇതും എന്തൊക്കെയോ എടുക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഫുഡൊക്കെ വന്നു. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം കുറച്ച് പാളി, കുറച്ച് അടിപൊളിയായി അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് കുഞ്ഞു വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.